സ്ത്രീകൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ ഒഞ്ചിയം പഞ്ചായത്തിലെ കാരക്കാട് അയൽപ്പക്കവേദി രൂപീകരിച്ച ഓഡിറ്റോറിയത്തിന്റെയും ഹോട്ടലിന്റെയും ഉദ്ഘാടനം നാളെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിയുക്ത MLA KK രമയും ഹോട്ടലിന്റെ ഉദ്ഘാടനം വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടയിൽ രാധാകൃഷ്ണനും നിർവഹിക്കും. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ഒഞ്ചിയം പഞ്ചായത്തിലെ 12-14 വാർഡുകളിലെ 153 വീടുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് കാരക്കാട് അയൽപക്കവേദി. നാദാവൂർ കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ പ്രവർത്തനം. ഇത് നമ്മളെ അവിടെ കാരക്കാട് അയൽപക്കവേദി എന്ന് പറയുന്ന റെസിഡൻസ് അസോസിയേഷൻ. ഇതിൻ്റെ കീഴിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെ ആണ് നമ്മൾ ഇപ്പോൾ ഒരു കിച്ചണും ഒരു ബാങ്കറ്റ് ഹാളും ആരംഭിക്കുന്നു. അതിൻ്റെ ഉദ്ഘാടനം മെയ് 16-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് നാദാവൂർ വെച്ച് നടക്കുകയാണ്. ബാങ്കറ്റ് ഹാളിൻ്റെ ഉദ്ഘാടനം നിയുക്ത MLA ശ്രീമതി KK രമയും കാരക്കാട് കിച്ചണിൻ്റെ ഉദ്ഘാടനം വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടയിൽ രാധാകൃഷ്ണൻ നിർവഹിക്കുന്നു. പ്രസ്തുത ചടങ്ങിൽ വെച്ച് അതിന് ലോഗോ പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷജിന കൊടക്കാട്ടാണ്. VT മുരളിയേട്ടൻ ഈ ചടങ്ങിൽ മുഖ്യതിഥിയായി പങ്കെടുക്കും. കൂടാതെ നമ്മുടെ ആ പ്രദേശത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സമീപ ഞങ്ങളുടെ അസോസിയേഷൻ്റെ സമീപ പ്രദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രതിനിധികളും ഞങ്ങളീ കിച്ചണും ഓഡിറ്റോറിയവും പ്രവർത്തിക്കുന്നത് ദിനേശ് പിഴിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു കെട്ടിടത്തിലാണ്. അതുകൊണ്ട് ദിനേശ് പിഴിയുടെ പ്രസിഡൻറ്റും വടകര മേഖല പ്രസിഡൻറ്റും അതിൻ്റെ ഡയറക്ടർമാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഈ കിച്ചണും ഇതും ആരംഭിക്കുന്നത് ഒരു LLPയുടെ കീഴിലാണ്. നമ്മൾ അയൽപക്കവേദി തന്നെ ഒരു LLP രൂപീകരിച്ച് അതിൻ്റെ കൂടിയാണ് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഫണ്ട് സമാഹരണം എല്ലാ വീടുകളിൽ നിന്നും ഷെയറിൽ കൂടെ സമാഹരിക്കുന്നു. ഒരു ഷെയർ വാല്യൂ 5000 രൂപ. അങ്ങനത്തെ എത്ര ഷെയർ വേണമെങ്കിലും എടുക്കാവുന്ന കണ്ടീഷനിലും അയൽപക്കവേദിയിൽ പരിധിയിലുള്ള വീടുകളിൽ നിന്ന് മാത്രം ശേഖരിച്ചുകൊണ്ട്, അതായത് 153 വീടുകളിൽ നിന്നും ശേഖരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഫണ്ട് സമാഹരിച്ചത്. 5000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ, അതായത് ഒരു ഷെയർ മുതൽ 20 ഷെയർ വരെ സമാഹരിച്ചിട്ടാണ് നമ്മൾ ഈ ഫണ്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഏതാണ്ട് 50 ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയാണ് നമ്മൾ വ്യവഹാരം ചെയ്തിരിക്കുന്നത്. അത് ഏതാണ്ട് പൂർണ്ണമായും അതിൻ്റെ പ്രവർത്തനങ്ങളിലും ആയിട്ടുണ്ട്. നമ്മളവിടെ ഇതിന് നമ്മൾ റെൻ്റൽ നിശ്ചയിച്ചിട്ടുണ്ട്. താരതമ്യേന ഞങ്ങളുടെ അഭിപ്രായത്തിൽ കുറവാണെന്നുള്ളതാണ്. 4 മണിക്കൂർ നേരത്ത് നോൺ AC-യിലാണെങ്കിൽ 10000 രൂപയും AC-യിലാണെങ്കിൽ 12000 രൂപയാണ് ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മളവിടെ മിതമായ നിരക്കിൽ ഭക്ഷണവും നൽകുന്നു. ഞങ്ങൾക്കൊരു റെസ്റ്റോറൻറ്റ് കിച്ചൺ കാരക്കാട് കിച്ചൺ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റാണ്. ആ റെസ്റ്റോറൻറ്റിൽ എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാവും. അപ്പം തൽക്കാലം നമ്മൾ ഉച്ചഭക്ഷണത്തിലാണ് ആരംഭിക്കുന്നത്. തുടർന്ന് പ്രഭാത ഭക്ഷണവും വൈകിട്ടത്തെ ഭക്ഷണം എല്ലാം നമ്മൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതും കൂടെ ആരംഭിക്കും. അതിൻ്റെ പ്രവർത്തനങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതും കൂടെ ആരംഭിക്കും. അതുകൂടാതെ ഞങ്ങളുടെ പ്രദേശങ്ങളിലും മിക്കവാറും എല്ലാ വീടുകളിലും അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും മാത്രം ഉള്ള കുറേ വീടുകൾ. അങ്ങനത്തെ വീടുകളിലെ ആളുകൾക്ക് വേണ്ടി ഒരു പാക്കേജ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, ഡിന്നർ, അവ നമ്മളവിടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു പാക്കേജും ഞങ്ങൾ വ്യവഹാരം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചാർജൊക്കെ നിശ്ചയിച്ചിട്ടില്ല. പിന്നെ അതുകൂടാതെ ആവശ്യക്കാർ ആർക്കും ഇതിന് പുറത്തുള്ള ഞങ്ങളുടെ റെസിഡൻസ് പരിധിക്ക് പുറത്തുള്ള ആളുകൾക്കും വീടുകളിൽ ഭക്ഷണം എത്തിക്കുന്ന സംവിധാനം കൂടെ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ കുറച്ചും കൂടെ വിപുലമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ബേക്കറികളിലും പിന്നെ തട്ടുകടകളിലും ചായക്കടകളിലെല്ലാം പലഹാരങ്ങൾ പുറമേ നിന്നുണ്ടായി എത്തിക്കുന്നതാണ്. അങ്ങനത്തെ ഒരു യൂണിറ്റും കൂടെ ഞങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുന്നു. അതെല്ലാം മൊത്തത്തിൽ നമ്മൾ അവിടെയുള്ള കുറേ ആളുകൾക്ക് ജോലി നൽകുക എന്നതാണ്. പിന്നെ അതുകൂടാതെ പ്രദേശത്ത് നല്ല രീതിയിലുള്ള ഭക്ഷണം നൽകുക എന്നും. നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് പൊതുവേ അടുത്തടുത്ത് വീടുകളുള്ള ഒരു പ്രദേശമാണ്.
ആ പ്രദേശത്ത് വീടുകളിൽ ചെറിയ ചടങ്ങുകൾ നടത്താൻ പ്രയാസമുള്ളൊരു സാഹചര്യം കൂടെയുണ്ട്. അപ്പോൾ നമ്മൾ ഹോള് അതിന് വേണ്ടി വിഭാവനം ചെയ്തതാണ്. ആ ഹോളിൽ 200 പേരുടെ സീറ്റിംഗ് കപ്പാസിറ്റിയാണ് നമ്മൾ ഇപ്പോൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഹോളിൽ നടക്കുന്ന ഫംഗ്ഷന് ഭക്ഷണം കഴിക്കാൻ പ്രത്യേക സൗകര്യമുണ്ട്, റെസ്റ്റോറൻറ്റ് കൂടാതെ. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.